എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. മൗലവിക്ക് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ പഠിപ്പിച്ചു, അള്ളാന്റെ റസൂല് നമ്മളെപ്പോലത്തെ മനുഷ്യനാണെന്ന്. അവരുടെ മുഖപത്രമായ ശബാബിൽ അവരുടെ പ്രസിഡന്റായ ഉസ്മാൻ സാഹിബ് എഴുതി. ഞാനത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സ്ക്രീനിൽ വെച്ചെന്ന് കാണിച്ചു കൊടുത്തു. അതിന്റെ പുറമേ ഈ മൗലവി തന്നെ അള്ളാഹുവിന്റെ റസൂലിനെ തരണ്ടാക്കിയിട്ട് ദുബായിൽ വെച്ച് പ്രസംഗിച്ചപ്പോ മുഹമ്മദ് നബിയുടെ ജാറത്തിൽ അതാ കൊണ്ടുപോയി പട്ട് ഇടുന്നതാണ് ഡെൻമാർക്കിൽ വെച്ച് കാർട്ടൂൺ വരച്ചതിനേക്കാൾ ഗൗരവമുള്ള തെറ്റി അവിടുത്തെ ജാറത്തിന്റെ മേലെ പട്ടിടുന്നതാണെന്ന് നിങ്ങൾ പ്രസംഗിച്ചു മൗലവി. അതിനാൽ കഴിഞ്ഞ പ്രസംഗത്തിൽ എടുത്ത് ചൂണ്ടിക്കാണിച്ചു റസൂലുള്ളാഹിനോട് നിങ്ങൾക്കുള്ള ആരാധനവും ആ കാർട്ടൂൺ വരച്ച ധിക്കാരികളെക്കാൾ വളരെ മോശക്കാരും അവിടുത്തെ ജാറത്തിന്റെ മേലെ പട്ടിടുന്ന സൗദി ഗവൺമെന്റാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? എന്നാൽ ആ പറഞ്ഞ നിങ്ങള് ശരിക്കും മനസ്സിലാക്കി വെക്കണം. നിങ്ങളെ ശബാബ് എടുത്തിട്ട് മുഹമ്മദ് നബി മറ്റു മനുഷ്യരെ പോലുള്ള മനുഷ്യനാണെന്നും മുഹമ്മദ് നബി സാധാരണ പ്രകൃതിയുള്ള മനുഷ്യനാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ ഇസ്ലാമെന്ന് പുറത്താണെന്നും ഞാൻ നിങ്ങൾ നിശ്ചയം നിങ്ങളെപ്പോലെ അല്ല എന്ന് റസൂലുള്ള പറഞ്ഞ ഹദീസ് സഹീഹുൽ ബുഖാരിയിലുണ്ട്. ആ ബുഖാരി ഇമാമിനെ വരെ നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താക്കിയിട്ടില്ലേ നിങ്ങളെ ശബാബിൽ എഴുതിയത്? അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു, സ്ക്രീനിലിട്ട് കാണിച്ചു. ആ ശബാബ് ഇപ്പം വന്നിട്ട് മൗലവി പറയുന്നു പേരോടത് ദുർവ്യാഖ്യാനം ചെയ്തതാണ്. എന്നാൽ എന്താണ് ദുർവ്യാഖ്യാനം ചെയ്തതെന്ന് ശബാബിന്റെ ആദ്യം മുതൽ അവസാനം വരെ 4 ദിവസത്തെ പ്രസംഗത്തിൽ എന്തേ മൗലവി വായിക്കാതിരുന്നത്? പേരോട് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയോ? എന്നാൽ എന്താണ് ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തതെന്ന് നിങ്ങൾ പറയണ്ടേ? ഇതുപോലെ നിങ്ങൾ അൽമനാറിൽ അള്ളാന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ച് നശിച്ചുപോയി എന്ന് എഴുതിയത് കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു. എന്റെ അൽമനാറ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ വെച്ച് കാണിച്ചു തന്നു. ഞാനത് നിങ്ങളെ സ്വത്തപ്പം മൗലവിമാരെ മുന്നിൽ, നിങ്ങളെ മൗലവിമാരെ മുന്നിൽ, എന്നോട് വാദപ്രതിവാദത്തിൽ വന്ന മൗലവിമാരെ മുന്നിൽ ഞാൻ ഇടപെട്ടത്ത് വെച്ച് കാണിച്ചിട്ടില്ലേ? നിങ്ങളെ മൗലവിമാര് ചോദ്യം ചെയ്തിരുന്നു റസൂലുള്ളാഹിന്റെ ശരീരം ജീർണിച്ചു എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? അത് നിങ്ങളുടെ ജമാഅത്ത് ഇസ്ലാമിക്കാരും എഴുതിയിട്ടില്ലേ? അതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലേ? ഇപ്പോൾ മൗലവി വന്നിട്ട് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് മനസ്സിലാക്കണം. മൗലവി പറയുന്നത് മുഹമ്മദ് നബി എന്നെ പോലെയുമല്ല നിങ്ങളെ പോലെയുമല്ല എന്നിവിടെ വെച്ചിട്ട് ഏർപ്പെടുകയാണ്, സമ്മതിക്കാണ്. അതാണ് ഇനി നിങ്ങൾക്ക് 2 കാര്യമാണ് കൽപ്പിക്കാൻ പോകുന്നത്. അതേ ശബാബിലുള്ള നമ്മളെ പോലെയാണെന്ന് പറഞ്ഞത് ആദ്യം കൽപ്പിക്കുന്നു, പിന്നെ മൗലവി നമ്മളെ പോലെ അല്ല എന്ന് എന്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ സമ്മതിക്കുന്നത് രണ്ടാമത് കൽപ്പിക്കുന്നു. എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരൊന്ന് ശ്രദ്ധിക്കൂ. നിങ്ങൾ ഞങ്ങളെപ്പോലത്തെ മനുഷ്യർ മാത്രമാണെന്ന് പ്രവാചകന്മാരുടെ എതിരാളികൾ പറഞ്ഞപ്പോൾ അല്ല ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യരല്ല എന്നല്ല പ്രവാചകന്മാർ മറുപടി പറഞ്ഞത്. നേരെ മറിച്ച് ഞങ്ങൾ നിങ്ങളെപ്പോലത്തെ മനുഷ്യർ മാത്രമാണ് എന്ന് സമ്മതിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇതാണ് ശബാബിലുള്ളത്. ഇനി പ്രവാചകന്മാർ സാധാരണ മനുഷ്യ പ്രകൃതിയുള്ളവരായിരുന്നു. ഇതിങ്ങനെ വന്നിട്ട് മൂപ്പർ അവസാനം പറയാണ് അങ്ങനെ വിശ്വസിക്കാത്തവൻ ഇസ്ലാമെന്ന് പുറത്താണ്. അതാണ് ശബാബ് കാണിക്കുന്നത്. ഇനി മൗലവി ഇവിടുന്ന് എന്റെ പ്രസംഗത്തിൽ ഞാൻ തെളിവുകളുടെ സമാഹാരങ്ങൾ കിട്ടു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ റസൂലുള്ള കാണുന്നില്ലേ? സിദ്ദീഖുൽ അക്ബർ കാണാറുണ്ടോ? സാധാരണ പ്രകൃതിയിൽ അല്ലേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു? അപ്പൊ റസൂലുള്ളാഹിന്റെ കാഴ്ച അസാധാരണയല്ലേ? അസാധാരണ കാഴ്ചയല്ലേ? അസാധാരണ കേൾവിയല്ലേ? അവിടുത്തെ വിയർപ്പിന് കസ്തൂരിയേക്കാൾ നല്ല വാസനയല്ലേ? ഉമിനീരിന് കസ്തൂരിയേക്കാൾ വാസനയല്ലേ? എന്നിങ്ങനെ തെളിവിന്റെ കൊട്ട കൊണ്ടുകൊണ്ടുകൊണ്ട് അങ്ങോട്ട് മുട്ടി. അപ്പൊ മൗലവി പറയുന്നത് അതെല്ലാം ശരിയാണ്. അതാണ് ഇനി നിങ്ങൾക്ക് ഓരോന്നോരോന്നായി കേൾപ്പിക്കാൻ പോകുന്നത് കേട്ടോ. അതേ അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്നെ പോലെയും നിങ്ങളെ പോലെയുമാണോ? ഒരിക്കലുമല്ല. നിങ്ങളെ ശബാബ്, നിങ്ങളെ പ്രസിഡന്റ് നിങ്ങളെ പോലത്തെ മനുഷ്യനാണെന്ന് എഴുതിയത് ഞാൻ കാണിക്കില്ലേ? നാദാപുരത്ത് വെച്ച് നിങ്ങളെ കൊണ്ടത് തിരുത്തിക്കില്ലേ? നാദാപുരത്ത് വെച്ച് മാറ്റിപ്പറയിക്കില്ല. ഇതാ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ അന്ത്യമാണിത്. നിങ്ങളെ പ്രസ്ഥാനത്തിന്റെ അന്ത്യമാണിത്. ഇനി ഞാൻ